ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി കൂടി ചേരുകയാണ്. ബൽറാം, ഷിവാലിക് എന്ന കപ്പൽ LPGയുമായി ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരികയാണ്. ഹോർമുസ് കടലിടുക്ക് അത് കടന്നു കഴിഞ്ഞു. ഇന്ത്യൻ നാവികസേനയുടെ അകമ്പടിയോടുകൂടിയാണ് ആ കപ്പൽ എത്തുന്നത്. സാഹചര്യം മെച്ചപ്പെടാൻ ഇതുകൊണ്ട് മാത്രം ഇടയാകുമോ? ദിലീപ് കുമാർ, ഇന്ത്യക്ക് അനുകൂലമായ ഒരു നിലപാടിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ഇറാന്റെ ഭരണ നേതൃത്വവുമായി സംസാരിച്ചിരുന്നു. അതിലൂടെയാണ് ഇന്ത്യൻ കപ്പലുകൾക്ക് ഈ ഒരു മാർഗം അല്ലെങ്കിൽ ഹോർമുസ് കടലിടുക്ക് വഴി സഞ്ചരിക്കാനുള്ള അനുകൂലമായ ഒരു പ്രതികരണം ഇറാനിൽ നിന്ന് ലഭിച്ചത്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 2 കപ്പലുകൾ ശിവാലിക്, ഒപ്പം തന്നെ മറ്റൊരു കപ്പൽ, ഇത് രണ്ടും LPG ചരക്ക് നിറച്ച കപ്പലുകളാണ്. ഈ ശിവാലിക്കിൽ 40,000 മെട്രിക് ടൺ LPG ഇന്ധനം നിറച്ചിട്ടുണ്ട്. അത് ഹോർമുസ് കടലിടുക്ക് കടന്ന് ഗൾഫ് ഓഫ് ഒമാനും പിന്നിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗൾഫ് ഓഫ് ഒമാൻ പിന്നിട്ടത് മുതൽ തന്നെ ഇന്ത്യൻ നാവികസേനയുടെ പടക്കപ്പൽ ഈ കപ്പലിന് സംരക്ഷണം ഒരുക്കുന്നുണ്ട് എന്നാണ് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അടുത്ത കപ്പലും തൊട്ടു പിന്നാലെ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട്. ഇത് മുംബൈയിൽ 2 ദിവസത്തിനകം എത്തിച്ചേരും എന്നും ഷിപ്പിംഗ് മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. ഇത് നിലവിലെ സാഹചര്യത്തിൽ അതൊരു ആശ്വാസമാണ്. തുടർന്നും മറ്റ് കപ്പലുകളും ഇതേ പാത പിന്തുടരാൻ കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് വലിയ ആശ്വാസമാകും. അതേസമയം നിലവിൽ രാജ്യത്ത് പ്രതിസന്ധിയില്ല എന്നും LPG സിലിണ്ടർ വിതരണം പതിവ് പോലെ തന്നെ, മുൻപുണ്ടായിരുന്ന പോലെ തന്നെ 50 ലക്ഷത്തിനും 55 ലക്ഷത്തിനും പ്രതിദിനം സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുമ്പോഴും രാജ്യ തലസ്ഥാനത്ത് പോലും കഴിഞ്ഞ 3 ദിവസമായി പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. PNG കണക്ഷൻ ഡൽഹിയിൽ പ്രധാന ഇടങ്ങളിൽ ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും സാധാരണക്കാർ ഭൂരിഭാഗം ആശ്രയിക്കുന്ന സിലിണ്ടറുകൾ അതിന് വലിയ ക്ഷാമം നേരിടുന്നതാണ് ഡൽഹിയിലെ കാഴ്ച. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.